ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പും ബീഹാർ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ ഇന്ത്യ മുന്നണി ഓഗസ്റ്റ് 7-ന് യോഗം ചേരും. മുന്നണിയിലെ പ്രധാന നേതാക്കളെ യോഗത്തിലേക്ക് രാഹുൽ ഗാന്ധി നേരിട്ട് ക്ഷണിച്ചു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഓഗസ്റ്റ് 8-ന് മാർച്ചും സംഘടിപ്പിക്കും. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ശ്രീജിത്ത്, ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യ മുന്നണി യോഗം ചേരാൻ പോവുകയാണ്. ഏതൊക്കെ കക്ഷികൾ പങ്കെടുക്കും, ഏതൊക്കെ കക്ഷികൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. ലക്ഷ്മി, ഏതൊക്കെ കക്ഷികൾ പങ്കെടുക്കുമെന്നുള്ളതിനേക്കാൾ ഏതൊക്കെ കക്ഷികൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകം. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി നേരിട്ട് എല്ലാ മുന്നണി നേതാക്കളെയും വിളിച്ചിട്ടുള്ളത്. ഇതിൽ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ ഇന്ത്യ സഖ്യവുമായി യാതൊരു തരത്തിലും ബന്ധമില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, പാർലമെന്റിൽ ഒന്നിച്ചൊരു പ്രക്ഷോഭത്തിന്, BJP സർക്കാരിനെതിരെ ഒന്നിച്ചൊരു പ്രക്ഷോഭത്തിന് ഇന്ത്യ മുന്നണിക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ്, അത് മാത്രമല്ല കോൺഗ്രസിനകത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കളായ മനീഷ് തിവാരിയും ശശി തരൂർ അടക്കമുള്ള ആളുകളൊക്കെ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മുന്നണിയായി മുന്നോട്ട് പോവുക അല്ലാതെ മറ്റ് രക്ഷയില്ല എന്നൊരു തിരിച്ചറിവിലായിരിക്കണം ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിക്കുന്നത്. ഓഗസ്റ്റ് 7-നാണ് യോഗം. അത് മാത്രമല്ല 8-ാം തീയതി സംയുക്തമായി MP-മാർ നേരിട്ട് പാർലമെന്റിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് പ്രതിഷേധ മാർച്ചാണ്. ഈ ബീഹാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അതുമാത്രമല്ല ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ പ്രതിഷേധത്തിന്, പരസ്യ പ്രതിഷേധത്തിനാണ്. സാധാരണഗതിയിൽ ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കുന്നതല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു പരസ്യ പ്രതിഷേധത്തിന് രാഷ്ട്രീയ കക്ഷികൾ നേരിട്ടിറങ്ങുന്നു എന്നുള്ളതും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഓഗസ്റ്റ് 7-ന് യോഗം ചേരുന്നത്. ഓഗസ്റ്റ് 8-ന് MP-മാരുടെ നേതൃത്വത്തിൽ, പ്രതിപക്ഷ MP-മാരുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി MP-മാരുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. വലിയ രാഷ്ട്രീയ കൗതുകം ആ മാർച്ചിനെ സംബന്ധിച്ചുണ്ടാകും. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നേരിട്ടൊരു പ്രതിഷേധ മാർച്ചുമായി വരുന്നു എന്നുള്ളത്, അത് പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് വലിയ രാഷ്ട്രീയ കൗതുകമാണ്. ആ മാർച്ചിനെ എങ്ങനെയായിരിക്കും നേരിടുക എന്നുള്ളതൊക്കെ നമ്മളിനി കാണേണ്ടിയിരിക്കും. എന്തായാലും പോലും ഇന്ത്യ മുന്നണി ഒരു യോഗത്തിലേക്ക്, ഇന്ത്യ മുന്നണി സംയുക്തമായി പ്രതിപക്ഷ സഖ്യമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം കോൺഗ്രസിനെ സംബന്ധിച്ച് അനിവാര്യമായി മാറിയിരിക്കുന്നു. BJPക്കെതിരെ ഇപ്പോൾ, അത് മാത്രമല്ല ഇന്ന് അടക്കം വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്, രാജ്യസഭയിൽ BJP ഒറ്റയ്ക്ക് 100 അക്കം കടന്നിരിക്കുന്നു. 100 MP-മാരുടെ പിന്തുണ ഒറ്റയ്ക്ക് BJPക്ക് രാജ്യസഭയിൽ ഉണ്ടാകുന്നു. അങ്ങനെ വലിയ ശക്തിയായി BJPയും NDAയും മാറുമ്പോൾ ഒരു പ്രതിപക്ഷ സഖ്യം എന്ന നിലയിൽ, പ്രതിപക്ഷ പാർട്ടികൾ എന്ന നിലയിൽ ഒന്നിച്ച് നിൽക്കാനുള്ള സാധ്യത തേടുകയാണ് രാഹുൽ ഗാന്ധി. പാർലമെന്റിൽ 2 സഭകളിലും BJPയെ സംബന്ധിച്ചും NDAയെ സംബന്ധിച്ചും അവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. ആ സാഹചര്യത്തിൽ തന്നെയാണ് യോഗം ചേരുന്നത്. മറ്റൊരു കാര്യം, ഇനി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. അത് അടുത്ത മാസമാണ് വരാൻ പോകുന്നത്. 21-നകം നാമനിർദ്ദേശ പത്രിക നൽകണം. അതിനായി ഒരാളെ കണ്ടെത്തേണ്ടതുണ്ട്. BJPയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും മുതിർന്ന നേതാവ് തന്നെയായിരിക്കും രാജ്യസഭയിലേക്ക് ഉപരാഷ്ട്രപതിയായി മത്സരിക്കുക, രാജ്യസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് കണ്ടെത്തി മത്സരിപ്പിക്കാനായിരിക്കും കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ശ്രമിക്കുക എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയാണ് യോഗം ചേരുന്നത്. എന്തായാലും വലിയ കാര്യങ്ങൾ, വലിയ ചർച്ചകൾ, വലിയ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. BJPയെ സംബന്ധിച്ച് വലിയ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മുന്നിലുള്ളത്. അതിനപ്പുറത്തേക്ക് ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസുമായി യാതൊരു തരത്തിലുള്ള സഖ്യത്തിനും ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാറി നിൽക്കുകയും ചെയ്യുകയാണ് ലക്ഷ്മി.